ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ യൂണിറ്റ് 3 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും സോൾഡ് അസൈൻമെൻറ്റ്സോ ക്വസ്റ്റ്യൻ ആൻസേഴ്സോ ആവശ്യമാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 3. First question, in what sense is the term comparative literature a misnomer? കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന ഒരു പദം അത് എന്ത് സെൻസിലാണ് അതൊരു തെറ്റായ പേരാണ് എന്ന് പറയുന്നത്? The term comparative literature can be considered a misnomer in the sense that it does not accurately convey the scope and complexity of the field. The word comparative implies a direct and systematic comparison between two or more literary works, authors, or traditions. However, comparative literature encompasses a much broader range of approaches and methodologies. Comparative literature is not just about comparing literary works, it's about studying the relationships, interactions, and exchanges between different literary traditions, cultures, and languages. It's an interdisciplinary field that draws on literary theory, cultural studies, history, and linguistics to analyze the complexities of literary texts and their contexts. One of the primary concerns of comparative literature is to challenge the notion of a single monolithic literary tradition. By studying multiple literary traditions and cultures, comparatists aim to highlight the diversity and richness of literary expression across different cultures and languages. This approach recognizes that literary works are shaped by their cultural, historical, and linguistic context, and that these contexts are complex and multifaceted. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നൊരു പദം അതൊരു തെറ്റായ ഒരു പദമാണ് എന്ന് പല സെൻസിലും, അല്ലെങ്കിൽ എന്ത് സെൻസിലാണ് നിങ്ങൾ പറയുന്നതെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അത് പറയുന്നതിനായിട്ട് പ്രത്യേക ഒരു കാരണം ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. കമ്പാരിറ്റീവ് എന്നൊരു വാക്ക്, ആ വാക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ലിറ്റററി വർക്ക്സുകളെയോ ഓതേഴ്സിനെയോ ട്രഡീഷനെയോ കമ്പയർ ചെയ്യുന്ന ഒന്നാണ് കമ്പാരിറ്റീവ് എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വർക്കുകളെയോ അതിനൊന്നും കമ്പയർ ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് കമ്പയറിങ് ലിറ്റററി വർക്ക്സ്, ഇറ്റ്സ് അബൌട്ട് സ്റ്റഡിങ് ദ റിലേഷൻഷിപ്സ്. കണ്ടോ, അത് വെറുതെ ഒന്ന് കമ്പയർ ചെയ്യില്ല, മറിച്ച് എന്താ ചെയ്യുന്നത്, ആ വർക്കുകളെ കമ്പയർ ചെയ്യുന്നതിന് പകരം ഇവിടെ സ്റ്റഡി ചെയ്യുകയാണ്, പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് പഠിക്കുന്നത്? അതിൻ്റെ റിലേഷൻഷിപ്സ്, ഇൻട്രാക്ഷൻസ്, എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലിറ്റററി ട്രഡീഷൻസ്, കൾച്ചേഴ്സ് ആൻഡ് ലാംഗ്വേജസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന ഒരു ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കമ്പാരിറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടെ കമ്പയർ അല്ല നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതൊരു സ്റ്റഡിയാണ്, സ്റ്റഡി ഇൻ ദാറ്റ് റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ ഇവിടെ ലിറ്റററി ടെക്സ്റ്റുകളുണ്ട്. ആ ടെക്സ്റ്റുകളുടെ കൾച്ചറൽ സ്റ്റഡീസ്, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ ഭാഷകൾ, അതിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത്, ഈ ലിറ്റററി തിയറി പഠിക്കുന്നത്. ഇവിടെ ധാരാളം ഒത്തിരി അധികം ലിറ്റററി വർക്ക്സുകൾ നിലവിലുണ്ട്. അപ്പോൾ ഇവിടെ കമ്പാരിസ്റ്റുകളുണ്ട്. ആ കമ്പാരിസ്റ്റുകളുടെ ഒരു എയിം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒത്തിരി അധികം ലിറ്ററേച്ചേഴ്സും അതിൻ്റെയൊക്കെ കൾച്ചർ, അതിൻ്റെയൊക്കെ ഒരു ഭംഗി, അതിൻ്റെയൊക്കെ ഒരു ആ റിലേഷൻഷിപ്സ് ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ റീഡേഴ്സിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. Comparative literature also involves the study of literary relations, including the ways in which literary works influence, respond to, or engage with other literary works. This can involve tracing the influence of one author to another, analyzing the ways in which literary works reflect or challenge cultural norms and values, or examining the role of
Translation in shaping literary traditions. Despite its limitations, the term comparative literature has become widely accepted and is used to describe his interdisciplinary field of study. The field has evolved over time and its scope and methodologies have extended to include a wide range of approaches and perspectives. ഇൻ അതർ വേർഡ്സ് നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വേറെ കുറച്ച് ലിറ്റററി വർക്കുകളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ലിറ്റററി വർക്കുകളുമായിട്ട് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എഴുതിയിട്ടുള്ള വർക്ക്സുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില വർക്കുകൾക്ക് റെസ്പോൺസ് ആയിട്ട് എഴുതിയിട്ടുള്ള മറ്റു വർക്കുകളുണ്ട്. അപ്പോൾ അതിനൊരു കണക്ഷൻ ഉണ്ട്. രണ്ട് ലിറ്റററി വർക്ക്സുകൾ തമ്മിൽ ചിലപ്പോഴൊക്കെ കാണും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ പഠിക്കുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ അത് എഴുതിയിരിക്കുന്ന ഓതേഴ്സിനെ കുറിച്ചിട്ട്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഹിസ്റ്ററി, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ത് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മീൻസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അത് പറയുമ്പോൾ നമുക്ക് പറയാം ചിലപ്പോഴൊക്കെ ലാംഗ്വേജസിൽ നിന്നും വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. മീൻസ് സെയിം വർക്കായിരിക്കും, അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ലാംഗ്വേജിലോട്ട്. അവിടെയും ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ തന്നെയാണ് വർക്കാകുന്നത്. എന്നിരുന്നാലും ഈ ഒരു കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. ഒത്തിരി ക്രിട്ടിക്സുകൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിനെ. പക്ഷേ ഇത് കുറേയധികം വർഷങ്ങൾ നിലനിന്ന് പോയിരുന്ന ഒരു സ്റ്റഡിയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റഡീസ് തന്നെയാണ് ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. Some of the key areas of focus in comparative literature include literary relations and influences, studying the ways in which literary works interact with and influence each other. Cultural studies, examining the cultural contexts that shape literary works and the ways in which literary works reflect or challenge cultural norms and values. Translation studies, analyzing the role of translation in shaping literary traditions and the challenges of translating literary works across languages and cultures. Theoretical approaches, applying various theoretical frameworks such as post-colonialism, feminism, and post-structuralism to analyze literary texts and their context. In conclusion, while the term comparative literature might be considered a misnomer, it has become a widely accepted and recognized field of study. Comparative literature is a complex and interdisciplinary field that encompasses a broad range of approaches and methodologies. By studying multiple literary traditions and cultures, comparists aim to highlight the diversity and richness of literary expression and to challenge our understanding of literature and its context. ഇവിടെ ഷോർട്ടായിട്ട് ഞാൻ കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ലിറ്റററി റിലേഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ്, കൾച്ചറൽ സ്റ്റഡീസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, അതുപോലെ തിയോറിറ്റിക്കൽ അപ്രോച്ചസ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെയാണ് ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ വർക്ക് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ലിറ്റററി റിലേഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലിറ്ററേച്ചർ നമ്മുടെ ലിറ്റററി വർക്കുകളിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ചില വർക്കുകളിൽ നിന്നും, ചില ലിറ്റററി വർക്കുകളിൽ നിന്നും ഓതേഴ്സ് അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൻ്റെ കണക്ടിവിറ്റി ആയിട്ട് വേറെ ചില പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എഴുതുന്ന വർക്കുകളുണ്ടല്ലോ, അതിനെയാണ് അങ്ങനെ ലിറ്റററി റിലേഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതുപോലെ കൾച്ചറൽ സ്റ്റഡീസിൽ ഓരോ ഓതേഴ്സും എഴുതുന്ന ആ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അതിനൊക്കെ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതും ഈ ലിറ്റററി വർക്കും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസാണ്. ചില വർക്കുകൾ ചില ലാംഗ്വേജുകളിൽ നിന്നും മറ്റ് ചില ലാംഗ്വേജുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്, സെയിം വർക്ക് തന്നെ. അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തിയോറിറ്റിക്കൽ അപ്രോച്ചസിൽ പല തിയോറിറ്റിക്കൽ വർക്കുകളുണ്ട്. പോസ്റ്റ് കൊളോണിയലിസം, ഫെമിനിസം, പോസ്റ്റ് സ്ട്രക്ചറാലിസം.
ഇൻ കൺക്ലൂഷനിൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എങ്ങനെയായാലും ഒരു മിസ്നോമറായിട്ട് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു പേര് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ടെങ്കിലും ഇത് ഒത്തിരി അധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ അധികം കാലം നിലനിന്നിരുന്ന ഒരു തിയറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൺക്ലൂഷനിൽ എഴുതി ചേർത്താൽ മതി. ഓക്കെ. The field of comparative literature has many benefits, including promoting cross-cultural understanding and exchange, challenging dominant literary traditions and canons, encouraging interdisciplinary approaches and methodologies, fostering a deeper understanding of the complexities of literary texts and their context. Overall, comparative literature is a vibrant and dynamic field that continues to evolve and expand our understanding of literature and its role in shaping our cultural and intellectual landscapes. ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ട് കളയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൻ്റെ ബെനിഫിറ്റ്സുകളാണ്, ഒരു 4 ബെനിഫിറ്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർക്കൂ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, account for the rich scope for comparative studies in Indian literature. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വളരെയധികം സ്കോപ്പുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് കമ്പാരിറ്റീവ് സ്റ്റഡീസ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. The multilingual and multicultural nature of Indian society provides a fertile ground for comparative studies in Indian literature. With over 22 independent literary languages in India, the scope for comparative analysis is vast. Indian literature is a composite growth reflecting the impact of diverse ages, races, religions, and influences, and maintaining simultaneously different levels of cultural consciousness and intellectual development. The concept of sharedness in comparative Indian literature suggests that there is a common heritage and a shared cultural context that underlies the diverse literary traditions of India. This sharedness is visible in the similarities and parallels between literary works from different regions and languages. For instance, the devotional poetry of saints like Basavenswara in Kannada, Kabir in Hindi, and Mirabai in Rajasthani share a common spiritual and philosophical outlook. 22 ഭാഷകൾക്ക് അധികമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി 22 ഭാഷകൾക്ക് അധികമായിട്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ ലാംഗ്വേജസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം അതുകൊണ്ട് തന്നെ മൾട്ടി ലിംഗ്വലും മൾട്ടി കൾച്ചറും അടങ്ങിയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ധാരാളം കൾച്ചേഴ്സ് ഉണ്ട്, ധാരാളം ലാംഗ്വേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന് സുഖമായിട്ട് വളരാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്, പശ്ചാത്തലമാണ് ഇന്ത്യയുടെ പശ്ചാത്തലം. ഇവിടെ ഭാഷയ്ക്കും അതുപോലെ തന്നെ കൾച്ചറിന് മാത്രമല്ല പ്രാധാന്യം, ഏജസ്, റേസസ്, റിലീജിയൻസ് ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഓക്കെ, മറ്റുള്ള കൺട്രികളെ അപേക്ഷിച്ചിട്ടാണ് ഈ ഒരു കണക്കെടുപ്പ് പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്ത്യൻ ലിറ്റററി പശ്ചാത്തലം എന്ന് പറയുന്നത് മീൻസ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് എന്താ, നമുക്കറിയാം അതിൻ്റെ സ്റ്റാർട്ടിങ് ബേസ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ വന്നതും ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലറായിട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല, കംപ്ലീറ്റ് ഇന്ത്യയാണ് അവർ ക്യാപ്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലമൊക്കെ എല്ലാവരും ഒരുപോലെ ഇന്ത്യയിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓതേഴ്സ്, ഇന്ത്യയിൽ ഓതേഴ്സിനും സെയിം ചിന്താഗതികൾ വരുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താ പറയുക, അതിശയിക്കാൻ പോലും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന കുറച്ച് പേരുകളുണ്ട്. പോയറ്റ്സ് ലൈക്ക് സെയിൻസ് ലൈക്ക് ബസവേശ്വര ഇൻ കന്നഡ, കബീർ ഇൻ ഹിന്ദി, മീരാബായ് ഇൻ രാജസ്ഥാനി. ഇവർ 3 പേരും ഒരു കോമൺ സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ ഔട്ട്ലുക്കാണ് അവരുടെ വർക്ക്സിൽ കാണിച്ചിരിക്കുന്നത്. ഇനിയും ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് 2-3 പേരുകൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. The study of comparative Indian literature can be approached in various ways, including first one, multilingual and multicultural traditions, studying the interactions and exchanges between different literary traditions and cultures in India. Secondly, influence or impact studies, analyzing the influence of one author or literary movement on another, or the impact of a particular literary tradition on another.
Third one, thematic studies, examining the common themes and motifs in literary works from different regions and languages. Fourth one, translation studies, studying the role of translation in shaping literary traditions and facilitating cultural exchange. The role of translation in comparative Indian literature is crucial as it has enabled the exchange of ideas and cultural values between different literary traditions. Translation has also facilitated the growth of Indian literature in English, which has become an important part of Indian literary tradition. ഇവിടെ കുറച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി കൾച്ചറൽ ട്രഡീഷൻസ്, ഇൻഫ്ലുവൻസ് ഓർ ഇമ്പാക്റ്റ് സ്റ്റഡീസ്, തെമാറ്റിക് സ്റ്റഡീസ്, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. അതിൽ എടുത്ത് പറയാനായിട്ട് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഒരു സ്ക്രിപ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു ഓതർ എഴുതിയിട്ടുള്ള ആ ടെക്സ്റ്റ് തന്നെ മറ്റൊരു ഓതർ എന്താ പറയുക വേറൊരു ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ടും കാണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. Some of the new areas of comparative studies in Indian literature include Indian mystical and philosophical traditional and Anglo-American response, studying the impact of Indian philosophical traditions on Western literature and thought. Secondly, new literatures in English, analyzing the emergence of new literatures in English from countries that were formerly colonized by the British Empire. Thirdly, poetics of the margin, studying the literature of marginalized communities including Dalit literature and tribal literature. Fourth, diaspora writing, analyzing the literature of Indian diaspora including the experiences of migration and cultural identity. The study of comparative Indian literature has immense possibilities and can provide new insights into the cultural and literary heritage of India. By analyzing the similarities and differences between literary works from different regions and languages, we can gain a deeper understanding of the complexities of Indian culture and society. In conclusion, comparative studies in Indian literature offer a rich and diverse field of study with immense possibilities for research and analysis. By exploring the complexities of Indian literature and culture, we can gain a deeper understanding of the country's cultural and literary heritage. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇന്ത്യൻ മിസ്റ്റിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ട്രഡീഷൻസ് ആൻഡ് ദി ആംഗ്ലോ അമേരിക്കൻ റെസ്പോൺസ്. നമ്മൾ ഇന്ത്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഫിലോസഫിക്കൽ ട്രഡീഷൻ മീൻസ് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിനെയോ അതിന് മാത്രമല്ല പഠിക്കുന്നത് അല്ലേ. ലിറ്റററി അല്ലെങ്കിൽ ലിറ്ററേച്ചറൊക്കെ പഠിക്കുമ്പോൾ വെസ്റ്റേൺഡൈസ്ഡ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സും അല്ലെങ്കിൽ വെസ്റ്റേൺ ലിറ്ററേച്ചേഴ്സും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇതിൽ മാത്രം എന്താ പറയുക ഇന്ത്യയിലത്തെ ആ ഒരു റൗണ്ടിൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് ഒന്നുമല്ല ഇന്ത്യൻസ് ബേസ് ചെയ്തിട്ടുള്ളത്. മറിച്ച് നമ്മൾ എന്താ പറയുക വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സും പഠിക്കുന്നുണ്ട്. വെറുതെ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ബോറോ ചെയ്തിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്, അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഓതേഴ്സ്, പോയിറ്റിക്സ് ആവട്ടെ അവരുടെ ഏതൊരു വർക്കുകളിലായാലും. അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ് പോയിറ്റിക്സ് ഓഫ് ദ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ദളിത് പീപ്പിളിനെയൊക്കെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഒരു സ്പെഷ്യൽ സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയാസ്പോര എന്ന് പറയുന്നത് പ്രവാസികളെ കുറിച്ചിട്ടുള്ള ഒരു പഠനവും അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതൊക്കെയാണ്. മൈഗ്രേഷൻ, നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ടും ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ധാരാളം സ്കോപ്പുള്ള ഒരു സ്റ്റഡീസാണ്. പ്രത്യേകിച്ചും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ ഒരു മൾട്ടി ലിംഗ്വലും മൾട്ടി കൾച്ചറലുമായിട്ടുള്ള ഒരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് തീർത്തും പറയാം അല്ലേ. Question number 3.
If you had to choose a language cluster to work upon, which language cluster would you choose and why? നിങ്ങളോട് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ക്ലസ്റ്റർ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് ക്ലസ്റ്റർ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക, എന്തുകൊണ്ട്? If I had to choose a language cluster to work upon, I would choose the Bengali, Hindi, Assamese cluster. This cluster is particularly interesting due to the geographical proximity and cultural exchange between the regions where these languages are spoken. Here's why. ഇവിടെ ലാംഗ്വേജ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ്, അതിന് സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളോടുള്ള ചോദ്യത്തിന് ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പോൾ പല ലാംഗ്വേജസ് നമുക്ക് ക്ലസ്റ്ററായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് ബംഗാളി, ഹിന്ദി, ആസാമീസ് ഈ 3 ലാംഗ്വേജസും കൂടി ക്ലസ്റ്റർ ചെയ്തിട്ടാണ്, മീൻസ് അതിനൊരു ഗ്രൂപ്പ് ആക്കിക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ള എക്സ്പ്ലനേഷൻ പോയിന്റ് ബൈ പോയിന്റ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, കൾച്ചറൽ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. Bengali, Hindi and Assamese languages and literatures have a rich cultural heritage and influences from various traditions including Hindu, Muslim and indigenous cultures. Studying these languages together would allow for an exploration of the similarities and differences in cultural expression, folklore and literary themes. ബംഗാളി, ഹിന്ദി, ആസാമീസ് ഈ 3 ലാംഗ്വേജും കൂടി ഉൾപ്പെടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. മീൻസ് അവരുടെ കൾച്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കൾച്ചേഴ്സ് ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പഠിക്കുകയാണെങ്കിൽ അവരുടെ സിമിലാരിറ്റീസും അവരുടെ ഡിഫറൻസസിനെയും കുറിച്ച് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ക്ലസ്റ്ററിനെ കുറിച്ചിട്ട്, ഈ ഒരു ലാംഗ്വേജ് ക്ലസ്റ്റർ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സെക്കൻഡ്ലി, ലിറ്റററി കണക്ഷൻസ്. The literatures of Bengal, Assam and the Hindi-speaking regions have a long history of interaction and exchange. For example, the Bengali Renaissance of the 19th century had a significant impact on the literary developments in Assam and other parts of India. Analyzing the literary works and movements in these languages could provide insights into the shared literary trends and innovations. ഇനി ലിറ്ററേച്ചർ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പോയിന്റിൽ നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത്. ബംഗാൾ, ആസാം, ലിറ്ററേച്ചേഴ്സ് ഓഫ് ബംഗാൾ, ആസാം അതുപോലെ ഹിന്ദി ഈ 3 ലാംഗ്വേജസിന് ഒരു കണക്ഷൻ, ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വലിയതാണ്. ഇവിടെ ഒരു എസ്പെഷ്യലി എടുത്ത് പറയാനായിട്ട് ബംഗാളിയിൽ 19th സെഞ്ച്വറിയിലാണ് റിനൈസൻസ് നടക്കുന്നത്. അതിനുശേഷം ആ ബംഗാളിക്ക് ശേഷം അവിടെ നിന്നും കുറേ എന്താ പറയുക ഇൻസ്പിറേഷൻസ് ലഭിച്ചുകൊണ്ടാണ് ആസാം അതുപോലെ മറ്റ് പാർട്സ് ഓഫ് ഇന്ത്യക്കും ഇതുപോലെ കുറേ ഇന്നോവേഷൻസ് അതുപോലെ റിനൈസൻസിനുള്ള മൂവ്മെൻറ്റ്സൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ബംഗാളിലുണ്ടായിരുന്ന മാറ്റത്തിന് ശേഷമാണ് അതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ആസാമീസും മറ്റ് പാർട്സ് ഓഫ് ഇന്ത്യയിലും കുറേ അധികം ലിറ്റററി വർക്ക്സ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളതും അതിന് ഡെവലപ്മെൻറ്റ്സിന് വഴിത്തിരിവായതും. Third point, influence of colonialism. All 3 languages have been influenced by colonialism, which has left a lasting impact on their literatures. Studying the colonial and post-colonial experiences in these languages could provide a nuanced understanding of the complexities of colonialism and its legacy. കൊളോണിയലിസത്തിന് ശേഷമാണ് ഈ 3 ലാംഗ്വേജസിനും എന്താ പറയുക ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൊളോണിയലിസത്തിനെ കുറിച്ചിട്ടും പോസ്റ്റ് കൊളോണിയലിസത്തിൻ്റെ എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടും ഈ ലാംഗ്വേജസ് ഒത്തിരി നമ്മളോട് പറയുന്നുണ്ട് അവരുടെ റൈറ്റിങ്സിൽ കൂടെ. Fourth one, translation and exchange.
The Bengali Hindi Assamese cluster would also follow for an exploration of translation and cultural exchange between these languages. Many literary works have been translated from one language to another, facilitating the exchange of ideas and cultural values. ഈ 3 ലാംഗ്വേജിനും എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ധാരാളം ട്രാൻസ്ലേഷൻ വർക്ക്സുകൾ നടത്തിയിട്ടുള്ള ലാംഗ്വേജസ് തന്നെയാണ്. ഈ വർക്കുകളിൽ നിന്നും ഇൻസ്പിറേഷൻ നേടിയിട്ട് മറ്റ് വർക്കുകളിലോട്ട് ആൾക്കാർ എന്താ പറയുക ഓതേഴ്സ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റ് പല വർക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് അറിയപ്പെടുന്നുണ്ട്. Some notable authors and works to consider in this cluster include Rabindranath Tagore, Bengali, and his influence on Assamese and Hindi literature; Bhupen Hazarika, Assamese, and his contributions to Assamese music and literature; Premchand, Hindi, and his portrayal of rural Indian life; Bankim Chandra Chatterjee, Bengali, and his impact on the development of the Bengali novel. ഈ ലാംഗ്വേജിലൊക്കെയുള്ള നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സുകളാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പേജ് ഇത് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. Working on the Bengali, Hindi, Assamese language cluster would provide a rich and nuanced understanding of the cultural and literary heritage of these regions, as well as the complexities of colonialism and post-colonialism. It would also highlight the importance of translation and cultural exchange in shaping literary traditions. കൺക്ലൂഡിങ് പാർട്ടിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജ് ക്ലസ്റ്റർ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബംഗാളി, ഹിന്ദി, അസാമീസ് ഈ 3 ലാംഗ്വേജിനെയും പുട്ട് ടുഗദർ ആൻഡ് മേക്ക് എ ലാംഗ്വേജ് ക്ലസ്റ്റർ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് എന്താ പറയാനുള്ളത്, ഇതിൽ കൂടെ കൾച്ചറലും ലിറ്റററി ഹെറിറ്റേജുമായിട്ടുള്ള ഒത്തിരി അധികം കോൺട്രിബ്യൂഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ കൊളോണിയാലിസം, പോസ്റ്റ് കൊളോണിയാലിസം ഇതിനെക്കുറിച്ച് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ലഭിച്ചത് ഈ 3 ലാംഗ്വേജസിൻ്റെ ഒരു എന്താ മാജിക്കൽ എക്സ്പീരിയൻസിൽ കൂടെ ഒക്കെ തന്നെയാണ്, മീൻസ് അവരുടെ റൈറ്റിങ്സിൽ കൂടെയാണ്. അതുപോലെ ധാരാളം ട്രാൻസ്ലേഷൻ വർക്ക്സുകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. We'll move on to the next question. 4th question. Examine the presentation of women in the stories that you have read as part of your syllabus. നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി വിമണിനെ കുറിച്ചിട്ടുള്ള കുറേ അധികം സ്റ്റോറീസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വിമണിൻ്റെ സ്റ്റോറീസ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. The presentation of women in Indian literature is a complex and multifaceted topic. Women have been portrayed in various ways, reflecting the changing social, cultural, and historical context of India. In many classical and medieval texts, women are often depicted as idealized figures, embodying virtues like loyalty, devotion, and sacrifice. However, these portrayals can also be limited and stereotypical, reinforcing patriarchal norms and expectations. In modern Indian literature, women are presented in more nuanced and diverse ways. Many writers have explored the experiences, struggles, and triumphs of women, highlighting their agency, resilience, and creativity. Women's voice and perspectives are increasingly prominent, offering fresh insights into the complexities of Indian society and culture. ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വിമണിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, അതൊരു കൺഫ്യൂസ്ഡ് ആൻഡ് മൾട്ടിഫേസ്റ്റഡ് ഫിനോമിന എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ചില സമയങ്ങളിൽ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് ചില സ്ഥലങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതികളിലും എത്തിച്ചേർന്നിരുന്നു. ഓക്കെ, പക്ഷേ മോഡേൺ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വിമണിന് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കൾച്ചറലി സോഷ്യലി ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ച ഒരു ഘടകം തന്നെയാണ് വിമണിനെ എന്താ പറയുക നമ്മുടെ ഹിസ്റ്ററിയിൽ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തത്.
Some notable examples of women's portrayal in Indian literature include Sita in the Ramayana. Sita is often depicted as the ideal wife, loyal and devoted to her husband Rama. However, her character can also be seen as a symbol of female strength and റീസൈലൻസ് ഇൻ ദ ഫേസ് ഓഫ് ഇവിടെ കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മീൻസ് എക്സാമ്പിൾസുകളാണ് വിമൻസിനെ എങ്ങനെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടിസിപ്പേഷനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് ഈ പോയിന്റ്സുകൾ പഠിച്ചാൽ മതി. ആദ്യം വന്നിട്ട് സീത രാമായണത്തിൽ എങ്ങനെയാണ് അത്രയ്ക്കധികം പ്രാധാന്യം സീതയ്ക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സീതയുടെ ക്യാരക്ടറായിട്ട് കാണുന്നത് ഒരു ഐഡിയൽ വൈഫാണ്. അതുപോലെ വളരെ സത്യസന്ധമായിട്ടുള്ള ഹസ്ബൻഡ് രാമയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വമാണ് സീതയുടേത്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഫീമെയിൽ സ്ട്രെങ്ത്ത്, അതുപോലെ ബുദ്ധിമുട്ടുകളിൽ എങ്ങനെ അത് ഫേസ് ചെയ്യണം എന്നുള്ളതൊക്കെ സീതയിൽ നിന്നും പഠിക്കാനുള്ളതാണ്. Secondly, Draupadi in the Mahabharata. Draupadi is a complex and multifaceted character embodying both feminine virtues and fierce determination. Her story raises important questions about women's agency, dignity and rights. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മഹാഭാരതയിലെ ദ്രൗപദിയുടെ ഡിറ്റർമിനേഷൻ, അവളുടെ ഒത്തിരിയധികം വേർച്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിമൻ്റെ ഡിഗ്നിറ്റി, റൈറ്റ്സ്, ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടുള്ള അത്രയും ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ദ്രൗപദിയുടേത്. ഓക്കെ, നെക്സ്റ്റ്, വിമൻ ഇൻ ഡിവോഷണൽ പൊയട്രി. മെനി ഡിവോഷണൽ poets like Mirabai and Andal wrote about their spiritual experiences and emotions, often using feminine imagery and metaphors. These poems offer a glimpse into the inner lives and struggles of women in a patriarchal society. പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് മീരാബായും അതുപോലെ ആന്താളും. ഇവിടെ രണ്ടാളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ് അവർ മെയിനായിട്ട് ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ട് എഴുതിയ രണ്ട് വ്യക്തികളാണ് ഇവർ. അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ ഇമോഷൻസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വിമണിനുള്ള കുറച്ച് മുതൽക്കൂട്ടുകൾ തന്നെയാണ്. റൈറ്റിംഗ്. Contemporary Indian women writers like Arundhati Roy, Jhumpa Lahiri and Kiran Desai have explored a wide range of themes and experiences from personal relationships to social and cultural issues. എക്സാമ്പിൾസ് ആണ് അരുന്ധതി റോയും അതുപോലെ തന്നെ ജംബ ലാഹിരിയും കിരൺ ദേശായും ഒക്കെ. ഇവരൊക്കെ തന്നെ അവരുടെ എക്സ്പീരിയൻസുകളിൽ നിന്നും എഴുതിയ വ്യക്തികളാണ്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും അത് നിലവിലുള്ള കാലഘട്ടത്തിൽ മീൻസ് സോഷ്യലി, കൾച്ചറലി ഇതൊക്കെ എങ്ങനെയാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ അവർ കണക്ട് ചെയ്തുകൊണ്ടാണ് അന്നത്തെ കാലത്തെ സ്ത്രീകൾ എങ്ങനെയാണ് ബുദ്ധിമുട്ടിയിരിക്കുന്നത്, അവരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ എഴുതിയിട്ടുള്ളതാണ്. Some common themes and motifs in the presentation of women in Indian literature include: first one, women's agency and empowerment. Many works highlight women's struggle for autonomy, self-expression and empowerment in a society dominated by patriarchal norms. Second, love and relationships. Women's experiences of love, marriage and relationships are often explored, revealing the complexities and challenges of women's lives. Third, social and cultural expectations. Women's roles and expectations are frequently examined, critiquing the limitations and constraints placed on women in Indian society. Fourth, resilience and survival. Women's ability to cope with adversity, trauma, and hardships is often celebrated, showcasing their strength and resilience. Overall, the presentation of women in Indian literature is diverse and complex, reflecting the many phases of women's experience and perspectives.
By examining these portrayals, we can gain a deeper understanding of Indian society and culture, as well as the complexities of women's lives. കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സുകളാക്കി എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. വിമന്റെ ഏജൻസി ആൻഡ് എംപവർമെന്റ്, സ്ത്രീകൾക്ക് ധാരാളം അവർക്ക് അവരുടേതായ എംപവർമെന്റിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്തിരുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സെൽഫ് എക്സ്പ്രഷൻ അവർ കാണിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസ് അവർക്കുണ്ടായിരുന്നു. ഒത്തിരി അധികം എന്താ പറയുക, അവർ സ്നേഹിക്കപ്പെടാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ എങ്കിൽ എന്താ ചെയ്യുന്നത്, ആ കൾച്ചർ അവരൊത്തിരി ചാലഞ്ചസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരികയാണ് നമ്മളുടെ സൊസൈറ്റിയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞോണം സ്ത്രീകൾക്ക് റീസൈലൻസ് ആവേണ്ടി വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവർ അടിച്ചമർത്തപ്പെടുകയാണ്. അവരുടെ സ്ട്രഗിൾസൊക്കെയാണ് അവർ പലപ്പോഴും എഴുത്തിൽ കൂടിയൊക്കെ തുറന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ എന്താണ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ വിമന്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്, വിമന്റെ എക്സ്പീരിയൻസസ്, അവരുടെ ഒരു പെർസ്പെക്റ്റീവ്സ്, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യൻ കൾച്ചറിൽ എന്തുമാത്രം വിമൻസിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചും നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ഓക്കെ, if you were to choose a subject for writing a paper of a comparative nature from the text in your course, which one would you choose? Prepare an outline of your paper. കോഴ്സിൽ നിന്നും നിങ്ങളോട് പറയുകയാണ്, ഒരു കമ്പാരിറ്റീവ് നേച്ചറിനെ കുറിച്ചിട്ട് ഒരു ടെക്സ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. അത് എഴുതാനായിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊരു ഔട്ട്ലൈൻ നൽകാനാണ് പറയുന്നത്. If I had to choose a subject for writing a paper of a comparative nature from the text in my course, I would choose the theme of identity and belonging in Indian diasporic literature, a comparative study of select works by Jhumpa Lahiri and Kiran Desai, titled Negotiating Identity and Belonging. A comparative analysis of Jhumpa Lahiri's The Namesake and Kiran Desai's The Inheritance of Loss. Introduction. The Indian diaspora has been a significant phenomenon in contemporary literature, with writers like Jhumpa Lahiri and Kiran Desai exploring themes of identity, belonging and cultural displacement. This paper aims to compare and contrast the ways in which Lahiri's The Namesake and Desai's The Inheritance of Loss portray the struggles of Indian diasporic characters in negotiating their identities and sense of belonging in a globalized world. നമ്മുടെ സബ്ജക്റ്റിൽ എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ദ തീം ഓഫ് ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ് ഇൻ ഇന്ത്യൻ ഡയസ്പോറിക് ലിറ്ററേച്ചർ, കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് സെലക്ട് മൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ബൈ ജുംബ ലഹരിയും അതുപോലെ തന്നെ കിരൺ ദേശായിയുടെ വർക്കുകളായിരിക്കും. നെഗോറ്റിംഗ് ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്, കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ്, അതാണ് ജുംബ ലഹരിയുടെ വർക്ക്. ദ നെയിം സേക്ക് ആയിരിക്കും. ഓക്കെ, ദ നെയിം സേക്ക് എന്നാണ് ആ വർക്കിൻ്റെ പേര്. കിരൺ ദേശായിയുടെ വർക്കാണ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്. ഈ രണ്ട് വർക്കുകളായിരിക്കും. അപ്പോൾ ആ രണ്ട് വർക്കുകളുടെ താഴെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇതിൻ്റെ അർത്ഥം നമ്മളുടെ എന്താ പറയുക, വേറൊരു രാജ്യത്ത് പോവുക, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഒറിജിനിൽ നിന്നും വേറെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ പോയി താമസിക്കുകയില്ലേ, എന്നിട്ട് അവരുടെ കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്യുക, അതിനെയാണ് ഈ ഡയസ്പോര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഡയസ്പോര ഹാസ് ബീൻ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, നമ്മളുടെ ലിറ്ററേച്ചറിൽ ഇപ്പോൾ ജുംബ ലഹരിയുടെ ആയാലും കിരൺ ദേശായിയുടെ ആയാലും ഈ രണ്ട് വർക്കുകളിലും ഈ ഒരു കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും പറയുന്നത്. ഓക്കെ, മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കുകയും അവിടുത്തെ കൾച്ചറൽ അഡോപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വർക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ദ നെയിം സേക്കും ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസും. കൂടുതലായിട്ട് നമുക്കിപ്പോൾ പഠിക്കാം. Thesis statement. While both novels explore the complexities of diasporic identity and belonging, Lahiri's The Namesake focuses on the tensions between traditional Indian culture and American modernity, whereas Desai's
The Inheritance of Loss highlights the intersectionality of class, culture, and identity in the context of globalization. Comparative analysis. Identity formation. Both novels portray characters struggling to negotiate their identities in a diasporic context. In The Namesake, Gogot Ganguly's struggle with his name and identity reflects the tensions between his Indian heritage and American upbringing. Similarly, in The Inheritance of Loss, the characters of Biju and Sai grapple with their identities as Indian in a globalized world. Second, cultural displacement. Both novels highlight the sense of cultural displacement experienced by diasporic characters. In The Namesake, the Ganguly family's struggles to adapt to American culture are juxtaposed with their memories of India. In The Inheritance of Loss, the characters' experiences of displacement are linked to the complexities of globalization and cultural homogenization. വാക്കുകളെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് ലാഹിരിയുടെ നെയിംസേക്കും അതുപോലെ തന്നെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് ദേശായിയുടെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, കാണിക്കുന്നത് ധാരാളം ടെൻഷൻസ് ആണ്. എന്തിൻ്റെ ടെൻഷനാ? ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിനെയും അമേരിക്കൻ മോഡേണിറ്റിയെയും ഇതിനെക്കുറിച്ചുള്ള ടെൻഷൻസ് ആയിരിക്കും കൂടുതലായിട്ടും നെയിംസേക്കിൽ കാണിക്കുന്നത്. അതേസമയം ദേശായിയുടെ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്റർസെക്ഷനാലിറ്റി ഓഫ് ക്ലാസ്, കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ദ നെയിംസേക്ക് എന്ന ആ ഒരു ഭാഗത്തിൽ ആ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഗോകുൽ ഗാംഗുലി അദ്ദേഹമാണ് അതിലത്തെ ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുന്നത്. ദ നെയിംസേക്കിൽ ഒരു ക്യാരക്ടറാണ് ഗോകുൽ ഗാംഗുലി. അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി തന്നെയാണ്. അദ്ദേഹം ഇന്ത്യൻ ഹെറിറ്റേജിൽ നിന്നും വന്നതാണെങ്കിലും അമേരിക്കൻ അപ്ബ്രിങ്ങിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലാണ് വളർന്നു വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിൾസ് ആണ് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും പറയാം. ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൽ ബിജു അതുപോലെ സായ് ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഐഡൻറ്റിറ്റീനെ അവർ മറയ്ക്കാനാണ് നോക്കുന്നത്. ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഒരു ഇന്ത്യൻ നെയിംസുകളാണ് അത്. അപ്പോൾ അവർക്ക് അതൊരു കോംപ്ലക്സ് ആയിട്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. ക്യാരക്ടേഴ്സിലും കാണുന്ന ഒരു കൾച്ചറൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ദ നെയിംസേക്കിൽ ഗാംഗുലിയുടെ ഫാമിലി എന്ന് പറയുന്നത് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് അമേരിക്കൻ കൾച്ചർ അവർ അഡോപ്റ്റ് ചെയ്ത ആ ഒരു സാഹചര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ്. അതേസമയം ഇന്ത്യയുടെ മെമ്മറീസ് അവരെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൽ ഇവരുടെ ക്യാരക്ടേഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നത് സെയിം തന്നെയാണ്. അവരുടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അവരുടെ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഹോമോജനൈസേഷൻസ് അവർക്കും അറിയാം, അവരും ഇന്ത്യൻസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രണ്ട് പേരും ഒരു സിമിലാരിറ്റീസ് ഇവിടെ കാണുന്നുണ്ട്. അവരുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിമിലാരിറ്റീസ് ആണ്. Third one, belonging and alienation. Both novels explore the theme of belonging and alienation in the context of diaspora. In The Namesake, Gogol's search for belonging is reflected in his relationships with his family and friends. In The Inheritance of Loss, the characters' sense of belonging is complicated by their experiences of class and cultural dislocation. Conclusion. This paper concludes that while both novels explore the complexities of diasporic identity and belonging, they approach these themes from different perspectives. Lahiri's The Namesake focuses on the tensions between traditional Indian culture and American modernity, whereas Desai's The Inheritance of Loss highlights the
intersectionality of class, culture, and identity in the context of globalization. Through a comparative analysis of these novels, we can gain a deeper understanding of the complexities of diasporic identity and belonging in contemporary literature. ഹിംസേക്ക് എന്ന വർക്കിൽ കൂടുതലായിട്ടും ഗോകുൽ അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്സ്, ഫ്രണ്ട്സ്, ഇതിലൊക്കെ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതേസമയം ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൽ അതേ ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ആഗോളവൽക്കരണം എന്ന് പറയുന്നതാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളുടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു റോളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസിനെ അദ്ദേഹം കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അവരുടെ പേരുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ഈ പറഞ്ഞത് തന്നെയാണ് ലാഹിരി എന്ന് പറയുന്നത്. നെയിംസേക്ക് എന്ന വർക്കാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതലായിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ കൾച്ചർ, അദ്ദേഹത്തിൻ്റെ ഒരു അമേരിക്കൻ മൊഡേണിറ്റി, ഓക്കെ, അത് അദ്ദേഹം അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ അധികം ടെൻഷനുകളുണ്ട്. അതേസമയം ദേശായിയുടെ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻ്റർസെക്ഷനാലിറ്റി ഓഫ് കൾച്ചർ, ക്ലാസ്, ഐഡൻറ്റിറ്റി, ഇതൊക്കെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ഗ്ലോബലൈസേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നോവൽസിനെയും കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ അഥവാ അസൈൻമെൻറ്റ്സ്, ഓക്കെ, സോൾഡ് അസൈൻമെൻറ്റ്സിൻ്റെ PDF ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പ് ഓൺലി ആണ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ടു മീ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.